നിനക്കിത് സ്കൂട്ടർ ആയിരിക്കും, എനിക്കിത് എന്റെ സുസ്മിതയാ. ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. ഇന്നലെ കടവന്തര നിൽക്കുമ്പം സ്കൂട്ടറിൽ അവളിങ്ങനെ വരികയായിരുന്നു. ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, അല്ല വണ്ടിയുടെ സ്റ്റാൻഡ് നൂന്നിരിക്കാണ്, മടക്കി വെച്ചിട്ട് പോയില്ലെങ്കിൽ മറിഞ്ഞു വീഴും. ഒരു കാര്യം പറയാം. എന്താണ്? ആ കൊച്ചി ഇന്ന് ഇവിടെ വണ്ടി എടുക്കാൻ വരും. വണ്ടി എടുക്കാൻ ഇവിടെ വരുമോ? പിന്നെ വണ്ടി അവളെ കാണാൻ അങ്ങോട്ട് പോകും. അന്നാണ് ഇവിടെ കിടന്ന് ഞെരിപിരി കൊണ്ട പിന്നെ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്താന്ന്? പിന്നെ അവള് വരുമ്പോഴേ ചോറ് വരി കൊടുക്കണം. അല്ല, നീ എന്നെ അവളെ മുമ്പിൽ വെച്ച് മണ്ടനൊന്നും വിളിക്കരുത്. ഞാൻ വിളിക്കത്തില്ല. നീ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. നീ നിന്റെ അച്ഛന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. അച്ഛന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാണ്. അവള് വരുമ്പോ ഞാൻ ഒന്നും പറയത്തില്ല, നിന്നെ ഒന്നും വിളിക്കത്തില്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. സമാധാനമായി. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാനിന്നും പാടി പറഞ്ഞു. ചേട്ടാ, ചേട്ടൻ എവിടെ? ഞാൻ ഇവിടെയാണ്. അയ്യപ്പ ഇപ്പൊ ഈ വർക്ക്ഷോപ്പ് ഒക്കെ ചേട്ടന്റെ എന്റെയാണ്. ഇത് കൂടാതെ കടവന്തറയിലും പള്ളുരുത്തിയിലും 2 ഷോപ്പുകൾ കൂടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ സുഷുമ്ന. ശരി, ആരായിട്ട് വരും? അയ്യോ, എന്റെ പേര് സുഷുമ്ന എന്നല്ല, എന്റെ പേരാണ് സുസ്മിത. അതെ, സുസ്മിത. സുസ്മിത ഇതാരേട്ടാ? അത് ഈ മരപ്പാടിന്റെ മോൻ. അല്ല, എന്റെ ആശാന്റെ മോൻ. സ്കൂളിൽ പഠിക്കുമ്പോ ഒന്നും പഠിക്കത്തില്ലായിരുന്നു. അങ്ങനെ പണി പഠിപ്പിക്കാൻ വേണ്ടി ആശ ഇവിടെ കൊണ്ട് നിർത്തിയതാ. വണ്ടിയുടെ ഒരു പണിയും അറിഞ്ഞൂടാ. പിന്നെ സുസ്മിതയ്ക്ക് ഒരു കാര്യം കേൾക്കണോ? നട്ടെടുത്തോണ്ട് വരാൻ പറഞ്ഞ അപ്പുറത്തെ തട്ടുകടയിൽ പോയി പുട്ടെടുത്തോണ്ട് വരും. മുതലാളി അറിയാമോ? ചേട്ടനെ അറിയാമോ? എന്ത് ചോദ്യോടെ ഇറക്ക നീ ചോദിക്കണേ? ഞാൻ എന്നും വൈറ്റില ഹബിന്റെ അതിലേക്ക് കൂടി വണ്ടിക്ക് പോകുമ്പോ അല്ലേ? അതെ, വൈറ്റില ഹബിന്റെ 4 മണിക്ക്. അതെ, 4 മണിക്ക് ചേട്ടൻ അവിടെ ഇങ്ങനെ ഒരു നിപ്പ്. ഇങ്ങനെ സത്യത്തിൽ ഞാൻ വിചാരിച്ച അത് മയിൽക്കുറ്റിയാണെന്നാണ്. ചേട്ടാ, എനിക്ക് ഫോണൊന്നും വരും. എന്റെ ഫോണിൽ ചാർജ് ഇല്ല. എനിക്കൊരു കോൾ ചെയ്യണമായിരുന്നു. അതിനെന്താ, വിളിച്ചോളൂ. ഇത് ആരുടെ ചേട്ടാ ഈ 1068 റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കണ ഫോണ്? ഇവന്റെ ഫോൺ. ഇതൊക്കെ ആരെങ്കിലും ഉപയോഗിക്കും? സത്യമാണ്, ഒരുപാട് പൈസ ശമ്പളം കൊടുക്കും, എന്നാലും നല്ലൊരു ഫോൺ മേടിക്കത്തില്ല. എന്റെ ഫോണിൽ ഇതാ, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. അവന്റെ ഫോണും കൊടുത്തേ. ഇതൊക്കെ തല്ലിപ്പൊടിച്ച് കളയുന്ന സമയം കഴിഞ്ഞു. അല്ല പിന്നെ അപ്പൊ ഈ 1068 റബ്ബർ ബാൻഡ് ഇട്ട ഫോൺ കൊള്ളത്തില്ലല്ലേ? ഇല്ലെന്ന്. ഇതൊക്കെ തല്ലിപ്പൊടിച്ച് കളയാൻ പാടില്ലേ? അപ്പൊ പിന്നെ ഇതങ്ങ് പൊട്ടിച്ചേക്കാം. സ്വപ്നത്തിലെങ്കിലും പിന്നെ ഞാനേ സുസ്മിത അടുത്ത് എന്റെ പ്രണയം തുറന്നു പറയാൻ പോവാ. സപ്പോർട്ട് ചെയ്യണം. നേട്ടാ, പിന്നെ എന്തേട്ടാ? സുസ്മിത അടുത്തേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് സുസ്മിതയെ ഞാനൊന്നും കേട്ടില്ല ഏട്ടാ. എന്തായിരുന്നു കാര്യം? അതെ, എനിക്ക് സുസ്മിതയെ എനിക്ക് സുസ്മിത അടുത്ത് പറയാനുള്ളത് ഞാൻ പിന്നെ പറഞ്ഞോളാം. കേട്ടല്ലേ? ചേട്ടാ, എന്റെ വണ്ടി ഒന്ന് വേഗം ശരിയാക്കി ചേട്ടാ, പ്ലീസ് ചേട്ടാ. എന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് എന്തിനാ സുസ്മിത ഇങ്ങനെ താഴ്മയായിട്ട് പറയുന്നത്? ഞാൻ പണി തരും. വണ്ടി പണിഞ്ഞു വരാ സുസ്മിത. ചേട്ടനല്ലേ പറഞ്ഞ ഈ ചെറുക്കന് വണ്ടി പണിയാണെന്ന് അറിയാൻ പോണം. ദൈവത്തെ ഓർത്ത് വണ്ടി ഒന്നും കൊണ്ട് കേടാക്കിക്കല്ലേ. ചേട്ടൻ തന്നെ പണിഞ്ഞാ മതി. എങ്ങനെ? ചേട്ടൻ തന്നെ പണിഞ്ഞാ മതി. എന്നാലേ ചേട്ടൻ തന്നെ അങ്ങ് പണിഞ്ഞു. ഒരു പാട്ടങ്ങ് ഇട്ടേക്കാം. എന്ത് വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. പിന്നെ സുസ്മിതേ, എന്റെ വർക്ക്ഷോപ്പില് മുതലാളിയായിരിക്കുന്ന ഞാൻ എന്തിനു പണിയുന്നത്? എന്റെ ജോലിക്കാരനല്ലേ പണിയുന്നത്. പോയി വണ്ടി പണിയടാ. അച്ഛാ, ഞാൻ സത്യം ഒന്ന് തിരിച്ചെടുത്തേ. നിനക്ക് വേണേ പണിയടാ, വായി നോക്കി. അയ്യോ, ഇവത് ചേട്ടന്റെ പണിക്കാരനല്ലേ? ഇവരെന്താണ് ചേട്ടന്റെ നേരെ ഇങ്ങനെ കൂട്ടുകേട്ട അവന്റെ കാരണം പറ്റി പറഞ്ഞു. എന്റെ സുസ്മിത പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? കൊടുക്ക്.
പറഞ്ഞു വിടി ചേട്ടാ അവനെയൊക്കെ. വേണ്ട, പറഞ്ഞു വിട്ടാലേ അവന്റെ കുടുംബം പട്ടിണിയായി പോകുമല്ലേ? വേണ്ട. അത് മാത്രമല്ല, ഞാൻ അടിച്ചതിന്റെ പേരിലെ അവൻ കൊണ്ട് കേസ് കൊടുത്താലാ? കേസ് കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് കൊടുക്ക്. ആ. അവനെന്താന്ന് വെച്ചാൽ ചേട്ടാ കേസിന്റെ കാര്യമൊക്കെ എന്റെ ചേട്ടൻ നോക്കിക്കോളൂ. സുസ്മിതയുടെ ആങ്ങളെ വക്കീലാണാ? എന്റെ ആങ്ങളെ വക്കീലെന്നല്ല, എന്റെ ഭർത്താവാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ SI. കല്യാണം കഴിച്ചതാണാ? പിന്നെ എന്റെ മോള് ഡിഗ്രിക്കും മോൻ +2 പഠിക്കണല്ലേ. കൊച്ചുങ്ങളുണ്ടോ?